അണലിന്നൊന്നും പറയല്ലേ. കുളത്തിന്റെ കരയിൽ കല്ലിന്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന മലമ്പാമ്പിനെ തപ്പിപ്പോകുന്ന അജിത്ത്. കിരൺ പറഞ്ഞ വലിപ്പനുസരിച്ച് ഇനി മണ്ണൂലി എങ്ങനെ ആവൂ, അല്ലെങ്കിൽ അണലിയാവൂ? പറച്ചവനെ, ഏത് പുത്തിന്റെ ഇടയില? അത് അവിടെ എന്നല്ലേ പറഞ്ഞു? കുറച്ച് മറ്റേ ഉണങ്ങിയ അല്ല പട്ട നിൽക്കണില്ലേ, പട്ടയുടെ ടിപ്പ് നിൽക്കണില്ലേ, അതിന്റെ താഴെ കുറച്ച് ഉണങ്ങിയ ഇലകൾ അതിൻ്റെ ഉള്ളിൽ, ആ ഗ്യാപ്പിൽ. കാണാണെങ്കിൽ ഒരു വീഡിയോ എടുത്തോട്ടോ, കാണാണെങ്കിൽ വീഡിയോ എടുത്തോ. ഏതാ അണലിന്നൊന്നും പറയല്ലേ. അതെ, മലമ്പാമ്പണിയാണോ? ആ, അപ്പോൾ നമസ്കാരം കേട്ടോ സുഹൃത്തുക്കളെ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തൃശ്ശൂർ കാളത്തോടാണ് കേട്ടോ. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുളവും കുളത്തിനോട് ചേർന്ന് കിടക്കുന്ന വിശാലമായ ഒരു പാടമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പൊ ഈ ഒരു കുളത്തില് ഒരു പാമ്പിനെ, കുളത്തിലല്ല കുളത്തിന്റെ കരയോട് ചേർന്ന് കരിങ്കൽ കെട്ടിനകത്ത് ഒരു പാമ്പിനെയാണ് ഇവർ കണ്ടത്. നമ്മളെ വിളിച്ചു, പെരുമ്പാമ്പാണെന്ന് പറഞ്ഞു. നമ്മൾ എന്തായാലും അവിടെ സ്ഥലത്തെത്തി. കാരണം ഇവർ കുളം വൃത്തിയാക്കാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് നിറയെ പായലും ചെടികളൊക്കെ ആയിട്ട് അടഞ്ഞു കിടന്നിരുന്ന ഒരു കുളമായിരുന്നു. അതിപ്പോ ദാ ഈ കാണുന്ന പോലെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വൃത്തിയാക്കുന്നതിനിടയിലാണ് ഇവർ ഈ പാമ്പിനെ കണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പാമ്പ്, അല്ലെങ്കിൽ ഇത് കുട്ടിയാണ്, അപ്പൊ ഇതിന്റെ തള്ളപ്പാമ്പ് എങ്ങാനും ഇവരെ ഉപദ്രവിക്കുമോ എന്നുള്ളൊരു ഭയം കൊണ്ടാണ് ഇവർ വിളിക്കുന്നത്. നമ്മളവിടെ ചെന്നു, നമ്മൾ അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. കുളമാണ്, തൊട്ടപ്പുറത്ത് പാടമാണ്, ഈ പാമ്പുകളുടെ ആവാസ സ്ഥലമാണ്. പ്രത്യേകിച്ച് മലമ്പാമ്പ്, പെരുമ്പാമ്പ് പോലെയുള്ള പാമ്പുകൾ മനുഷ്യർക്ക് ഒരു തരത്തിലും ഉപദ്രവകാരിയല്ല, മറിച്ച് ഉപകാരിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളവരെ കൺവിൻസ് ആക്കിയിട്ടാണ് നമ്മളോട് തിരിച്ചു പറഞ്ഞത്. ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇത്തരം സിറ്റുവേഷനിൽ നിന്ന് അതും വിഷമില്ലാത്തൊരു പെരുമ്പാമ്പിനെ റെസ്ക്യൂ ചെയ്യേണ്ടതുണ്ടോ?